കുട്ടനാട്ടിലെ രാമങ്കരി പഞ്ചായത്തിൽ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. CPM പഞ്ചായത്ത് പ്രസിഡന്റായ R. രാജേന്ദ്രകുമാറിനും വൈസ് പ്രസിഡന്റ് കുഞ്ഞുമോൾ ശിവദാസിനുമാണ് സ്ഥാനം നഷ്ടമായത്. അവിശ്വാസ പ്രമേയത്തെ 4 CPM അംഗങ്ങൾ കൂടി അനുകൂലിച്ചതോടെ പഞ്ചായത്തിൽ അവസാനിച്ചത് തുടർച്ചയായ 25 വർഷത്തെ CPM ഭരണം. കുട്ടനാട്ടിലെ CPM വിഭാഗീയതയ്ക്ക് തുടക്കമിട്ട രാമങ്കരിയിൽ ഏറെ നാളായി ഒളിഞ്ഞും തെളിഞ്ഞും ചർച്ചകളിൽ ഇടം പിടിച്ചിരുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്ക് ഒടുവിൽ അവിശ്വാസ പ്രമേയത്തോടെ വിരാമം. 25 വർഷത്തെ CPM ഭരണമാണ് ഇതോടെ പഞ്ചായത്തിൽ അവസാനിച്ചത്. മെയ് 3 രാമങ്കരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. രാജേന്ദ്രകുമാറിനും വൈസ് പ്രസിഡന്റ് കുഞ്ഞുമോൾ ശിവദാസിനുമെതിരെ UDF അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയത്. പഞ്ചായത്തിൽ ഭരണസ്തംഭനമാണെന്ന് ആരോപിച്ചായിരുന്നു നടപടി. CPMൽ നിന്ന് വിജയിച്ച് അധികാര സ്ഥാനങ്ങളിലെത്തിയ പ്രസിഡന്റ് പാർട്ടിക്ക് നിരന്തരമായി അവമതിപ്പുണ്ടാക്കുന്നുവെന്നും പൊളിച്ചു നീക്കിയ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് പുതുക്കി നിർമ്മിച്ചില്ലെന്നും ആരോപിച്ച് 3 CPM മെമ്പർമാരും നോട്ടീസിൽ ഒപ്പുവച്ചിരുന്നു. രാമങ്കരി ഗ്രാമപഞ്ചായത്തിൽ CPMന് 9ഉം കോൺഗ്രസിന് 3ഉം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 1 സീറ്റുമാണ് ഉണ്ടായിരുന്നത്. ചൊവ്വാഴ്ച 4 UDF അംഗങ്ങൾക്കൊപ്പം 4 CPM മെമ്പർമാരും അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. അവിശ്വാസ പ്രമേയം പാസ്സായതിനെ തുടർന്ന് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ട രാജേന്ദ്രകുമാർ മെമ്പർ സ്ഥാനവും രാജിവെച്ചു. ഉച്ചകഴിഞ്ഞ് വൈസ് പ്രസിഡന്റിന് എതിരായി നടന്ന അവിശ്വാസ പ്രമേയത്തിൽ പിന്തുണച്ച 8 പേർ മാത്രമാണ് ഹാജരായി വോട്ട് ചെയ്തത്. CPMുമായി എല്ലാ ബന്ധവും അവസാനിപ്പിച്ചുവെന്നും ഇനി CPIയിൽ പ്രവർത്തിക്കുമെന്നും രാജേന്ദ്രകുമാർ പ്രതികരിച്ചു. CPMുമായിട്ടുള്ള എല്ലാവിധ ബന്ധവും 5 മിനിറ്റ് മുമ്പ് അവസാനിപ്പിച്ചു. മാനസികമായി 6 മാസം മുമ്പ് അവസാനിപ്പിച്ചു. ഒരു കാരണവശാലും CPMൽ നിൽക്കാൻ കഴിയില്ല, അവർ നിർത്തില്ല, പറയുന്ന കാരണങ്ങളൊന്നും പരിഹരിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടനാട്ടിൽ 300ഓളം ആളുകൾ CPM വിട്ടത്. സാങ്കേതികമായി ഞങ്ങൾ ചുറ്റിയരുവാൾ നക്ഷത്രത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് ഞങ്ങൾ തുടർന്നു. ഇതിനു മുമ്പേ രാജിവെച്ച് CPIയുടെ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങണം എന്ന് CPIയുടെ ജില്ലാ സെക്രട്ടറിയോട് ഞാൻ പറഞ്ഞതാണ്. തൽക്കാലം നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിന്നത്. ഈ പ്രസിഡന്റ്ഷിപ്പ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമല്ല. ആകെ ഞാൻ ഈ 3.5 വർഷക്കാലം മാത്രമാണ്. അത് ഇപ്പോഴത്തെ ഒരു പ്രത്യേക നിർബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരിച്ചതാണ്. ഞാൻ മത്സരിച്ചപ്പോൾ എന്നെ തോൽപ്പിക്കാൻ നിരവധി ശ്രമം പേഴപ്ര 13-ാം വാർഡിൽ നടത്തിയിരുന്നു. ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകന്മാർ പോലും എനിക്ക് വോട്ട് ചെയ്തിരുന്നില്ല, സത്യമാണ്. അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗക്കാരുൾപ്പെടെയുള്ള UDFന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ അന്ന് വോട്ട് ചെയ്തിട്ടാണ് 26 വോട്ടിന് 250 വോട്ട് ജയിക്കേണ്ട ആളാണ് ഞാൻ. 26 വോട്ടിന്. അതേസമയം CPMുമായി രാജേന്ദ്രകുമാറിന് ഏറെ നാളായി യാതൊരു ബന്ധവും ഇല്ലായിരുന്നുവെന്നും BJPയുമായി കൂട്ടുകെട്ടുണ്ടായിരുന്നതായും CPM രാമങ്കരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് D. സലീം കുമാർ ആരോപിച്ചു. ജനങ്ങളുടെ വികാരമാണ് അവിശ്വാസത്തിലൂടെ പുറത്തുവന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റായ രാജേന്ദ്രകുമാറിന്റെ വന്നതിന് ശേഷം CPMുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ LC സെക്രട്ടറി ആയതിനു ശേഷം എനിക്കറിയാവുന്ന യാതൊരു ആലോചനയും പാർട്ടിയോട് നടത്താതെ പാർട്ടിക്ക് ലഭ്യ തരാത്ത സംവിധാനം വരെയല്ല പാർട്ടി ഇരിക്കാനൊക്കെ. അങ്ങനെ എത്ര വർഷമായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ലഭ്യ പോലും തരാം, പാർട്ടിക്ക് ലഭ്യ പോലും തരാതിരിക്കുന്നതാണ് നടക്കുക. ഇദ്ദേഹം ഇപ്പം കൂട്ടുപിടിച്ചിരിക്കുന്നത് നമ്മളുമായിട്ടല്ല, ഈ പറയുന്ന BJPക്കാരുമായിട്ടുള്ള ബന്ധമാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉള്ള ഫോട്ടോ ഒക്കെ ഞാൻ ഇത് കാണിച്ചു തരാം. ഇവിടുത്തെ പഞ്ചായത്ത് നടക്കുന്ന എല്ലാ ചടങ്ങുകളിലും BJPക്കാരുടെ സാന്നിധ്യം കാണാൻ സാധിക്കും. ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിയിപ്പങ്ങൾ നിങ്ങൾ കണ്ടാണല്ലോ. ഒരു പാർട്ടിയിൽ നിന്ന ആൾ രാജിവെച്ച് അങ്ങോട്ട് പുറത്തോട്ട് ചെന്ന് വന്നാൽ CPI ചേരുക. 5 മിനിറ്റ് CPI ചേരാൻ പറ്റുമോ? ഇതൊക്കെ ആസൂത്രണത്തിൻ്റെ ഭാഗമാണ്. കഴിഞ്ഞ ദിവസങ്ങളെ ആലോചിച്ച് കൂട്ടിയിട്ടാണ് ഇവരിപ്പം ജാഥയായിട്ട് പ്രകടനമായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഇദ്ദേഹം ഈ പാർട്ടിയിൽ ഇരുന്നുകൊണ്ട് CPIക്ക് വേണ്ടി സംഘടനകൾ ഉണ്ടാക്കുകയായിരുന്നു ഒരു ജോലി. എല്ലാ സംഘടനകളും ഉണ്ടാക്കുന്നു. ഇവിടെ എല്ലാ വർഗവൈദ്യ സംഘടനകളും CPIക്ക് വേണ്ടി ഇവിടെ നിന്ന് ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടുത്തെ പാർട്ടിയുടെ ജനങ്ങളുടെ വികാരമാണ് ഈ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തു വന്നത്. വിഭാഗീയതയുടെ ഭാഗമായി ഏറെ നാളായി രാജേന്ദ്രകുമാറും സംഘവും CPMുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി 200-ലധികം പേരാണ് CPIയിൽ ചേർന്നത്. 25 വർഷത്തെ CPM ഭരണത്തിന് ശേഷം രാമങ്കരി പഞ്ചായത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമ്പോൾ രാഷ്ട്രീയ വടംവലിയുടെ പുതിയ ചരിത്രം കൂടിയാവും എഴുതപ്പെടുക.